ഇവിടെ നമുക്ക് 11 സെന്റ് കുറച്ച് നീളത്തിലുള്ള ഒരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടിലേക്ക് സ്വിമ്മിംഗ് പൂൾ അടക്കം ഒരു 4 BHK വീട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തത്. അദ്ദേഹത്തിന് എന്ത് വേണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതായത് എങ്ങനെ ആ ഒരു വീട് വേണം എന്നുള്ള ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീട് ഇത്തരത്തിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലോട്ട് ഫേസ് ചെയ്യുന്ന സൗത്ത് സൈഡിലേക്കാണ്. സൗത്ത് സൈഡിലൂടെയാണ് റോഡ് പോകുന്നത്. നമ്മൾ ഒരു കാർ പോർച്ച് വീടിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ നമുക്കൊന്ന് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ടൊരു വാട്ടർ ബോഡി ഒരു ലാൻഡ്സ്കേപ്പ് എലമെൻ്റൊക്കെ നമ്മൾ കൊടുത്തു. എൻ്റർ ചെയ്യുന്ന ഒരു ഫോയറിലേക്കാണ്, നീളത്തിലുള്ള ഒരു പാസേജാണ് പിന്നെ വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫോമൽ ലിവിംഗ് ആണ്, റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂം, ഡ്രസ്സിങ്, ടോയ്ലറ്റ് റൂം, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് നമ്മൾ പൗഡർ റൂം കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, ഒരു ഡെക്ക് സ്പേസ് ഒക്കെ വരുന്നത്, അത്യാവശ്യം വലിയൊരു ഏരിയ നമ്മൾ പൂളിനായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കോർട്ട്യാർഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെയാണ് നമ്മൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ടൊക്കെ സ്ലൈഡിങ് ഡോർസ് ഉണ്ട്. പിന്നെ ഫോൾഡിംഗ് ഡോറൊക്കെ ഈ ഒരു കമ്പൈൻഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഡോർസൊക്കെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡൈനിങ് റൂം ഇവിടെയാണ് വരുന്നത്. അതിനോട് അടുത്ത് തന്നെ ഒരു കിച്ചൺ, സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം നമ്മൾ ഈ ഒരു നോർത്ത് വെസ്റ്റ് കോർണറിൽ കൊടുത്തു. ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട്. ഇത്തരത്തിലാണ് നമ്മൾ ഓവറോൾ ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നമ്മളൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അവിടെ ആ കോർട്ട്യാർഡിലേക്ക് കാണുന്ന രീതിയിലാണ് ആ ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് 2 ബെഡ്റൂംസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ്, ടോയ്ലറ്റൊക്കെ തന്നെ അത് വരുന്നുണ്ട്. പിന്നെ പൂളിൻ്റെ ഏരിയയിലേക്ക് ഒരു സീൻ ബിലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലിവിംഗ് റൂമിലേക്കും ഒരു സീൻ ബിലോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്തായിട്ട് ഓപ്പൺ ടെറസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 3015 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ എലിവേഷനും അതേപോലെ തന്നെ പ്ലാനിങ്ങിനൊക്കെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.